الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സ്നേഹം നിറഞ്ഞ KCF-ൻ്റെ നേതാക്കൾ, പ്രവർത്തകർ, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളും ബദ്റുസ്സാദാത്ത് തങ്ങളവറുകളും മറ്റും ഈ വേദിയിൽ നമ്മളോട് സംസാരിക്കാനും നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരാനുമൊക്കെ വരാനുണ്ട്. ഞാൻ നേരത്തെ മഗ്രിബിന് മുമ്പ് നീണ്ട സമയം പ്രസംഗിച്ചിട്ടുമുണ്ട്. ഔദ്യോഗികതയ്ക്ക് വേണ്ടി ഒരല്പം സംസാരിച്ച് ഞാൻ എൻ്റെ വാചകങ്ങൾ അവസാനിപ്പിക്കും. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വാക്കുകളും അവൻ്റെ പൊരുത്തത്തിലാക്കി തെരുമാറാകണം. ആയിരക്കണക്കിന് ICF-ൻ്റെ പ്രവർത്തകർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് അടക്കം സജീവ പ്രവർത്തകനും സഹകാരിയുമായ ഇഖ്ബാൽ അടക്കം നമ്മുടെ സഹദി അടക്കം പലർക്കും ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വിദേശ രാജ്യത്താകുമ്പോൾ അങ്ങനെയാണല്ലോ, സ്വാഭാവികമായും അവർക്ക് ലീവ് കിട്ടണം, മറ്റ് സൗകര്യങ്ങളില്ലാതെ വരാൻ കഴിയില്ലല്ലോ. അല്ലാഹു തആല ഇതിൽ പങ്കെടുത്തവർക്കും പങ്കെടുക്കാൻ കഴിയാത്തവർക്കും എല്ലാ സഹകാരികൾക്കും പ്രവർത്തകർക്കും നേതാക്കൾക്കും നമുക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും തുറന്നു തരുമാറാകട്ടെ. എല്ലാവരോടും എപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം നമ്മുടെ ഈമാനാണ്. ഈമാൻ സംരക്ഷിക്കപ്പെടാൻ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസികളും അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരും ആകണം. അതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശദമായി സംസാരിക്കുന്നില്ല. To the grand celebration of KCF International Designium Conference coming Badrussadat Sheikh As-Sayyid Ibrahim Khalil Al-Bukhari. We feel blessed with the great presence of Sheikh Badrussadat Sayyid Ibrahim Khalil Al-Bukhari to the Conference International Conference Designium RTR Garden, Mangaluru. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും മൈദിൻ അക്കാദമിയുടെ
ചെയർമാനുമായ ബഹുവന്യരായ ബദർ സാദാത്ത് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവറുകളും നമ്മുടെ സ്റ്റേജിലെത്തി. അള്ളാഹു സയ്യിദ് അവറുകൾക്കും നമ്മുടെ എല്ലാ നേതാക്കൾക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമുക്കും സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, മുഹീസുന്ന, താജുൽ മുഹഖഖീൻ തുടങ്ങിയ നമ്മുടെ പ്രാമാണിക നേതാക്കൾക്ക് എല്ലാവർക്കും നമുക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും തഖ്വയും ഹിമ്മത്തും ഏറ്റിത്തരുമാറാകട്ടെ. സയുഫ്തഹു ബാബുൻ ഇദാ സുദ്ദ ബാബു ഇദാ സുദ്ദ ബാബു നിഅമിൻ വതഹൂനുൽ ഉമൂറു സിആബു. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന, ബിസിനസ് നടത്തുന്ന എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട ഒരു തത്വമാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. ഒരു വാതിൽ അടക്കപ്പെടുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടും. നിഅമത്തിൻ്റെ വല്ല വാതിലും വല്ലപ്പോഴും അടഞ്ഞു കാണുമ്പോൾ നിരാശരാകാൻ പാടില്ല. വതഹൂനുൽ ഉമൂറു സിആബു. വളരെ പ്രയാസകരമായ വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരും. ഒരിക്കലും നിരാശ നമുക്കുണ്ടാകാൻ പാടില്ല. വയത്തസിഉൽ ഹാലു മിൻ ബഅദി മാ തദീഖുൽ മദാഹിബു ഫീഹ റിഹാബു. നമ്മൾ പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു ഇടുക്കം അനുഭവിച്ചാൽ ശേഷം വിശാലത അള്ളാഹു നൽകും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ടെടുത്ത വെച്ച കാല് പിന്നോട്ട് വെക്കാതെ മുന്നോട്ട് പോകണം. ഫകം ദിഖ്തദർഅൻ ബിമാ ഹിബ്തഹു ഫലം യുറ മിൻ ദാക ഖദ്റുൻ യുഹാബു വകം ബർദിൻ ഖിഫ്തഹു മിൻ സഹാബി ഫഊഫീത വൻജാബ അൻക സഹാബു. നല്ല കാർമേഘം വരുമ്പോൾ വലിയ മഴ പെയ്ത് ഒലിച്ചു പോകുമെന്നോ തണുത്ത് വറച്ചു പോകുമെന്നോ ചിലപ്പോൾ തോന്നുമെങ്കിലും ആ മേഘം ചിലപ്പോൾ അങ്ങ് നീങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ നാം ഒരു വിഷയത്തിലും എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നിരാശരാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് നീങ്ങണം. എവിടെയും അള്ളാഹുവിനോടുള്ള ദുആ, അതാണ് നമുക്ക് രക്ഷ നൽകാൻ ഏറ്റവും പ്രധാനമായി ഉണ്ടാവുക. അതഹ്സൗ ബിദ്ദുആഇ വതസ്ദരീഹി വമാ തദ്രീ ബിമാ സനഅദ്ദുആഉ സിഹാമുൽ ലൈലി ലാ തുഖ്തി വലാകിൻ ലഹാ അമദുൻ വലിൽ അമദിൻ ഖിളാഉ. പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനിന്റെ ആയുധമാണ് ദുആ. അത് അല്ലാഹു നിശ്ചയിച്ചതുപോലെ അത് കുറിക്കുകൊള്ളും. അതുകൊണ്ട് തന്നെ ദുആയിലൂടെ, പ്രാർത്ഥനയിലൂടെ നാം നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്ത് നൽകുന്നവനാണ്. ഇദാ സഅലക അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅആൻ. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ പല നിമിത്തങ്ങളും ഉണ്ട്. ആ നിമിത്തങ്ങളിൽ ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യുക. അത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ലം തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഒരു ഹർഫെങ്കിലും ഫാത്തിഹയിൽ നിന്ന് ഓതിയിട്ട് അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ നിന്ന് ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. ഇതേപോലെ യാത്ര പോകുന്നവൻ യാത്ര തീരുന്നത് വരെ അവൻ്റെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. ഏത് നല്ല കാര്യങ്ങൾ ചെയ്താലും ആ നല്ല കാര്യം ചെയ്തതിന് ശേഷമുള്ള ദുആക്ക് പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അവർ ചെയ്യുന്ന ധർമ്മങ്ങൾ, സദഖകൾ, അത് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വളരെ പര്യാപ്തമാണ്. അതുകൊണ്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല എന്നതാണ് ശരി.
സദഖ എന്ന് ഞാൻ പറയുമ്പോൾ അത് വെറും ദീനീ സ്ഥാപനങ്ങൾക്ക് നൽകൽ അല്ലെങ്കിൽ ദീനീ സ്ഥാപനങ്ങൾക്ക് കൊടുക്കൽ മാത്രമാണ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. നമ്മൾ നല്ല കാര്യത്തിന് ചെലവഴിക്കുന്ന എല്ലാം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായാൽ വലിയ പ്രതിഫലം ലഭിക്കുന്നത് തന്നെയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഒരു ഹദീസിൽ കാണാം, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീനിൻ വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക. നീ പാവപ്പെട്ടവന് ധർമ്മം ചെയ്യുന്നത്, അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനീ പ്രവർത്തനങ്ങളിൽ നീ ധർമ്മം ചെയ്യുന്നത്, ചെലവഴിക്കുന്നത്, അതേപോലെ തന്നെ നീ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത്, പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ധർമ്മം ചെയ്യുന്നത്, ഇങ്ങനെ പലതിലും ചെലവഴിക്കുമല്ലോ. എന്നാൽ വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ ഭാര്യയെയും കുട്ടികളെയും കുടുംബത്തെയും പോറ്റി വളർത്താൻ വേണ്ടി നീ ചെലവഴിക്കുന്നത്, അഅ്ളമുഹാ അജ്റൻ, അതാണ് ഏറ്റവും, അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലം ഉള്ളത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ വെറും പുറത്ത് സദഖ ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് എന്നൊരു ധാരണ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭാര്യമാരെ പോറ്റി വളർത്തുന്നത്, ഭാര്യമാർക്ക് ചെലവഴിക്കുന്നത്, നമ്മളുടെ മക്കൾക്ക് ചെലവഴിക്കുന്നത്, നമ്മുടെ ഉമ്മബാപ്പമാരുടെ പേരിൽ ചെലവഴിക്കുന്നത്, നമ്മുടെ പാവപ്പെട്ട പെങ്ങന്മാർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, നമ്മുടെ കുടുംബത്തിലുള്ള പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത്, അതെല്ലാം വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. വിദേശത്തും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ പോയി അധ്വാനിച്ച് ഉണ്ടാക്കുന്നതിൽ നിന്ന് ചെലവഴിക്കുന്നവർ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ ചെലവഴിച്ചിട്ട് അത് വിചാരിച്ചതുപോലെ വിജയിച്ചില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അതിൻ്റെ പേരിൽ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു വലിയ ധർമ്മം ചെയ്യുമെന്ന് ഏറ്റെടുത്തുകൊണ്ട് ഒരാൾ വൈകുന്നേരം രാത്രിയിൽ ഒരു ധർമ്മവുമായി വലിയൊരു സംഖ്യയുമായി പുറപ്പെട്ടു. ആ ബിസിനസ്സുകാരൻ അങ്ങനെ ഇരുട്ടിൽ ഒരാളെ കണ്ടു, ആരും അറിയണ്ടെന്ന് മനസ്സിലാക്കി. ആ മനുഷ്യന് പോലും ആരാണ് കൊടുത്തത് എന്നറിയണ്ട എന്ന് മനസ്സിലാക്കി രഹസ്യമായി അദ്ദേഹത്തിൻ്റെ ധർമ്മം ആ ഇരുട്ടിൽ കണ്ട മനുഷ്യൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. നേരത്തെ ഞാൻ ഓതിയില്ലേ, വയുൻഫിഖൂ മിൻ അംവാലിഹിം സിർറൻ വഅലാനിയ, രഹസ്യമായും കൊടുക്കണം പരസ്യമായും കൊടുക്കണം, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെയാണല്ലോ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം രഹസ്യമായി വെച്ചു കൊടുത്തു. പക്ഷേ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആളുകളൊക്കെ പറയാണ്, സുബ്ഹാനല്ലാഹ് തുസുദ്ദിഖ അലാ സാരിഖിൻ, ഇന്നലെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കള്ളൻ, ആ കള്ളന് വലിയ ധർമ്മം കിട്ടിയിരിക്കുന്നു. ഇരുട്ടിൽ കൊടുത്തതൊരു കള്ളനായിപ്പോയി, കിട്ടിയത് കള്ളനാണ്. ഒരു മുതല്ലിമല്ല, ഒരു മൊയ്ലിയാരല്ല, ഒരു പാവപ്പെട്ട മനുഷ്യനല്ല, ഒരു നല്ലവനല്ല, ഒരു കള്ളന്റെ കയ്യിലാണ് സംഖ്യ കിട്ടിയത്. അദ്ദേഹം എന്ത് ചെയ്തു? നബിതങ്ങൾ പറയാൻ, അദ്ദേഹത്തിന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. ഞാൻ കൊടുത്തത് ഫലവത്തായില്ലല്ലോ എന്ന ഒരു കുലുക്കവും ഉണ്ടായില്ല. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാ, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എൻ്റെ വകയിൽ അല്ലല്ലോ, എൻ്റെ പണം എൻ്റേതല്ലല്ലോ, ഞാൻ തന്നെ എൻ്റേതല്ലല്ലോ. എൻ്റെ കിഡ്നിയും എൻ്റെ ഹാർട്ടും എൻ്റെ ബ്രെയിനും എൻ്റെ കരളും എൻ്റെ ശരീരവും എൻ്റെ സമ്പത്തും എല്ലാം നിൻ്റേതാണല്ലോ. നീ എന്താണോ തീരുമാനിച്ചത് അതല്ലേ നടക്കുന്നത്. ലകൽ ഹംദ്, ഞാൻ നല്ല നിയ്യത്തോടുകൂടി ഒരു കാര്യം ചെയ്തു, അതിന് തൗഫീഖ് എന്ന നിനക്ക് സർവസ്തുതിയും. ലകൽ ഹംദ് അലാ സാരിഖിൻ, അതൊരു കള്ളന്റെ കയ്യിലാണ് കിട്ടിയത്, അത് നിന്റെ തീരുമാനപ്രകാരം അങ്ങനെ നടന്നു. അതുകൊണ്ടൊന്നും ഞാൻ പ്രവർത്തന രംഗത്ത് നിന്ന് പിന്നോട്ടില്ല, ധർമ്മം ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ടില്ല. ഞാൻ ഇനിയും സദഖ ചെയ്യും. ആ തീരുമാനവുമായി പിറ്റേ ദിവസവും രാത്രി അദ്ദേഹം ഇറങ്ങി. ഒരാളെ ഇരുട്ടിൽ കണ്ടപ്പോൾ സദഖ വെച്ചു കൊടുത്തു അയാളെ കയ്യിൽ. നേരം വെളുത്തപ്പോൾ ആളുകളൊക്കെ പറയാണ്, അതേ
തുസുദ്ദിഖൽ ലൈലത അലാ സാനിയ. ഇന്നലെ രാത്രി നമ്മളെ നാട്ടിലെ വേശ്യപ്പെണ്ണിന്, വ്യഭിചാരി പെണ്ണിന് സദഖ കിട്ടിയിരിക്കുന്നു എന്ന് ആളുകളൊക്കെ പറയും. ആ വിവരം അറിഞ്ഞപ്പോഴും അദ്ദേഹത്തിനൊരു പകർച്ചയില്ല. കാരണം അദ്ദേഹം നിയ്യത്ത് നന്നാക്കി ചെയ്ത കാര്യമാണ്. അത് കിട്ടിയതൊരു വ്യഭിചാരി പെണ്ണിനായി. അത് അള്ളാഹുവിന്റെ ഖദറാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അലാ സാനിയ. അപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചു അദ്ദേഹം. എന്നിട്ട് ഞാൻ ഇന്നും സദഖ ചെയ്യുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുക്കുകയാണ്. പിറ്റേ ദിവസവും രാത്രിയിൽ അദ്ദേഹം ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ് ഒരാളെ കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു സദഖ, ആരും അറിയാതെ. നേരം വെളുത്തപ്പോൾ ആൾക്കാരൊക്കെ പറയാണ് തുസുദ്ദിഖ അലാ ഗനിയ്യിൻ. സുബ്ഹാനല്ലാഹ്, നാട്ടിലെ വലിയൊരു പണക്കാരനാണ് കൊടുത്തത്. വലിയൊരു പൈസക്കാരൻ, പണക്കാരനാണ് ധർമ്മം കിട്ടിയത്. അദ്ദേഹം ആ സമയത്തും പറഞ്ഞു അൽഹംദുലില്ലാ അല്ലാഹുമ്മ ലക്കൽ ഹംദ് അലാ സാരിഖിൻ. ഒരു ദിവസം ഒരു കള്ളന് കിട്ടി, വഅലാ സാനിയ വേറൊരു ദിവസം ഒരു വേശ്യപ്പെണ്ണിന് കിട്ടി, വഅലാ ഗനീൻ വേറൊരു ദിവസം ഒരു വലിയ പണക്കാരന് കിട്ടി. അതൊന്നും വിഷയമല്ലല്ലോ, ഞാൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്തതല്ലേ. ഫഖീല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫൗതിയ ഫഖീല ലഹു, അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് വിവരം കിട്ടുന്നു. അമ്മാ സദഖതുക അലാ സാരിഖിൻ, ആദ്യത്തെ ദിവസം നിങ്ങൾ കൊടുത്ത സദഖ ഒരു കള്ളന്റെ കയ്യിലായി പോയല്ലോ. ഫലഅല്ലഹു അൻ യസ്തഇഫ അൻ സരിഖതിഹി, ആ ധനം കിട്ടിയപ്പോ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ഇനി എന്തിന് കക്കാൻ പോകണം, ഞാൻ എന്തിന് കളവ് നടത്തണം, എനിക്ക് കിട്ടിയില്ലേ, ഇനി ഞാൻ ആരും കക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ച് അദ്ദേഹം കളവ് നിർത്താൻ അത് കാരണമാകുന്നു. വഅമ്മസാനിയ, വ്യഭിചാരി പെണ്ണിനാണ് നിന്റെ സദഖ കിട്ടിയത്, അതും പേടിക്കാനൊന്നുമില്ല. ഫലഅല്ലഹ അൻ യസ്തഇഫ അൻ സിനാഹ, അവൾ വേശ്യാവൃത്തിക്ക് പോയത് സാമ്പത്തിക ഞെരുക്കം കൊണ്ടാണ്. അതുകൊണ്ട് അവൾക്ക് പണം കിട്ടിയപ്പോ ഇനി ഞാൻ ആ ഹറാമിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് അവൾ നന്നാകാൻ നിമിത്തമാവുകയാണ്. അമ്മൽ ഗനിയ്യു, മൂന്നാം ദിവസം സദഖ കിട്ടിയ ഐശ്വര്യമുള്ള പണക്കാരൻ, ഫലഅല്ലഹു യഅ്തബിറു, അദ്ദേഹം ചിന്തിക്കാൻ മതി, ഞാനിങ്ങനെ കുറേ പണം കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്താ കാര്യം, ആളുകൾ ഇത്രയും ആത്മാർത്ഥമായി സദഖ ചെയ്യുന്നവരുണ്ടല്ലോ എന്ന് ചിന്തിച്ച് അദ്ദേഹവും അതാ ധാരാളമായി അള്ളാഹു കൊടുത്തതിൽ നിന്ന് അദ്ദേഹം ചെലവഴിക്കാൻ അത് നിമിത്തമാകുന്നു. ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഞാനിത് പറഞ്ഞു വന്നത്, വിദേശ രാജ്യങ്ങളിലും അതുപോലെ നമ്മുടെ രാജ്യത്ത് തന്നെയും ബിസിനസ് നടത്തുന്നവരും ജോലിയെടുക്കുന്നവരുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ചെലവഴിച്ചിട്ട് അത് വിചാരിച്ച പോലെ ആയില്ല എന്ന് തോന്നിയാൽ അവർക്കൊരു നിരാശയും ആവശ്യമില്ല. രണ്ട് നിരാശയും നമ്മൾ കൈയൊഴിക്കേണ്ടതാണ്. ഒന്ന്, നമ്മൾ വിചാരിച്ച പോലെ ഒരു ബിസിനസ് ആയില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു ജോലി കിട്ടിയില്ല, അവിടെയും നിരാശരാകരുത്. ഒരു വാതിൽ അടക്കപ്പെട്ടാൽ മറ്റൊരു വാതിൽ തുറക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് വിചാരിച്ചതുപോലെ വിജയിച്ചില്ല, അവിടെയും നിരാശരാകാൻ പാടില്ല. അവിടെയും നമ്മൾ മുന്നോട്ട് വെച്ച കാല് അത് പിന്നോട്ട് വെക്കാതെ മുന്നോട്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ നീങ്ങേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, നല്ല മനക്കരുത്ത് വേണം നമുക്ക്. ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞ വേറൊരു ഉപദേശവും കൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ. അതേ, വലിയ പണക്കാരനാണ്, പക്ഷേ അദ്ദേഹത്തിന് മനസ്സിന് ഐശ്വര്യമില്ലെങ്കിൽ, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ലോകത്ത് ഏറ്റവും വലിയ ഞെരിക്കക്കാരനാണ്. അതേ സമയത്ത് 5 പൈസയും കയ്യിലില്ല, പക്ഷെ അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ലോക പണക്കാരനാണ്. കാരണം അദ്ദേഹത്തിന് വലിയ മനസ്സമാധാനമാണ്. ഐശ്വര്യമുള്ളവൻ പണമുള്ളവനല്ല, അല്ലെങ്കിൽ വാഹനമുള്ളവനല്ല. പിന്നെ ആരാണ് ഐശ്വര്യമുള്ളവൻ? മനസ്സമാധാനമുള്ളവനാണ് ഐശ്വര്യമുള്ളവൻ. ഈ മനസ്സമാധാനം ലഭിക്കാൻ ആവശ്യമായൊരു സ്വഭാവമാണ് ഖനാഅത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. ഏറ്റവും വലിയ ഐശ്വര്യക്കാരനാകാം നിനക്ക്, അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. വേറെ ഒരാൾ ഒരു വലിയ മാളിക പണിയുമ്പോൾ അതേപോലത്തെ മാളിക എനിക്ക് വേണമെന്ന് ചിന്തിക്കരുത്. മറിച്ച് എനിക്ക് തൽക്കാലം കിടക്കാനൊരു സ്ഥലം പോരെ. എപ്പോഴും നമ്മൾ താഴോട്ട് ചിന്തിക്കുന്നവരായിരിക്കണം, മേൽപോട്ട് ചിന്തിക്കുന്നവരാകരുത്. അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബി തങ്ങളുടെ വസിയ്യത്താണ്, താഴോട്ട് ചിന്തിക്കണം,
ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കേണ്ടത് എനിക്കൊരു ബിസിനസ് ഉണ്ടല്ലോ, ഏകദേശം ഒത്തുപോകുന്നുണ്ടല്ലോ. അതേ സമയത്ത് ഒരു ബിസിനസ് ഇല്ലാതെ 10-40 കൊല്ലം വിദേശത്ത് വന്ന് അധ്വാനിക്കുന്നവർ ഉണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കണം. ഇനി ഒരു ജോലി എടുക്കുന്നവൻ അയാൾ ചിന്തിക്കണം, ജോലിയും ഇല്ലാതെ കടത്തിൽ മുങ്ങി ജീവിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ താഴോട്ട് ചിന്തിക്കുന്നവരാകണം. ദുനിയാവിന്റെ വിഷയത്തിൽ മേൽപോട്ട് ചിന്തിക്കുന്നവരാകരുത്. ഏതൊരു മനുഷ്യനും അള്ളാഹു നിശ്ചയിച്ചത് നടക്കും. എന്ത് പ്രശ്നം വന്നാലും പതറിപ്പോകാൻ പാടില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകുൻ റജുലൻ അലൽ അഹ്വാലി ജൽദ വസീമതുക സമാഹതു വൽ വഫാഉ. നീ നല്ല ആൺകുട്ടിയായി ജീവിക്കണം. ഒരിക്കലും ഒരു പ്രശ്നം വരുമ്പോ പതറിപ്പോകുന്നവനാകാൻ പാടില്ല. നിന്റെ സ്വഭാവം എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവമാകണം. വാശിക്കാരനാകാൻ പാടില്ല. നീ ഒരു കാര്യം ഏറ്റെടുത്താൽ നിർവഹിക്കുന്നവനാകണം. വാക്ക് പാലിക്കാത്തവനാകാൻ പാടില്ല. പിന്നെയോ പല ന്യൂനതകളും നമുക്കൊക്കെ ഉണ്ടാകും. ന്യൂനതകളെല്ലാം പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട്. അതെന്താണ്? തസത്തർ ബിസ്സഖാഇ ഫകുല്ലു ഐബി യുഗതീഹി കമാ ഖീല സഖാഉ. നീ നല്ല ധർമ്മിഷ്ഠനാവുക, ധാരാളമായി കൊടുക്കുന്നവനാവുക. എന്നാൽ നിനക്ക് എന്ത് ന്യൂനതയുണ്ടെങ്കിലും നിന്റെ ഉദാരമായ കൊടുതി കൊണ്ട് നിന്റെ ന്യൂനതകളും പോരായ്മകളും ഒക്കെ മറച്ചു വെക്കാൻ നിനക്ക് സാധിക്കും. അത് ഏറ്റവും വലിയ ഒരു വിഷയമാണ്. മഹാനവറുകൾ ഒന്നുകൂടി പറഞ്ഞു, ശത്രുക്കൾക്ക് നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അറിയിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. വലാ തുരിലിൽ ആദി ഖത്തുദുല്ല ഫഇന്ന സമാതൽ അഅദാ ബലാഉ. ശത്രുക്കൾ സന്തോഷിക്കുക, അതിനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശത്രുക്കളുടെ മുന്നിൽ വെളിവാക്കുന്ന രൂപത്തിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും പാടില്ല. അതേ സമയത്ത് നമുക്ക് ചിലപ്പോൾ തോന്നും, ഒരാൾ വലിയ ഒരു പണക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ അടുക്കന്ന് നന്നായി സഹായം കിട്ടും എന്ന്. KCF-ന്റെ ഒരു പ്രവർത്തകൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് സഹായം സ്വരൂപിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരാളെത്ത് അയാൾ വലിയ പണക്കാരനാണ്, നല്ല പണം കിട്ടുമെന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ പോകും. പക്ഷേ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതെന്തേ? അയാൾ ആള് ബഖീലാണെങ്കിൽ, കൊടുക്കാൻ മടിയുള്ളവനാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വലാ തർജു സമാഹത മിൻ ബഖീലി ഫമാ ഫിന്നാരി ലിദ്ദംആനി മഉ. തീയിൽ നിന്ന് ഒരിക്കലും വെള്ളം കിട്ടൂല. ഇതുപോലെ അല്ലാഹു തആല ഒരാളെ ബഖീലായി, കൊടുക്കുന്നതിന് മടിയുള്ളവനായി അല്ലാഹ് പടച്ച ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു പ്രവർത്തനത്തിനും ഇറങ്ങാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം കൊടുത്തവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് മഹാനവറുകൾ ഒരു കാര്യം കൂടി പറഞ്ഞു, വരിസ്ഖുക ലൈസ യുൻഖിസുഹു തഅന്നി വലൈസ യസീദു ഫി റിസ്ഖിൽ അനാഉ. കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് ഒരാൾക്ക് ചിലപ്പോൾ അള്ളാഹു നിശ്ചയിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടിക്കൊള്ളണം എന്നില്ല. അതേസമയത്ത് അധ്വാനമൊന്നുമില്ലാതെ തന്നെ പടച്ചവൻ കൊടുത്തു എന്നും വരാം. എല്ലാം റബ്ബിൽ നിന്നാണ് എന്ന പൂർണ്ണമായ ബോധത്തോടുകൂടെ ജീവിക്കണം. അതിൻ്റെ പുറമെ എപ്പോഴെങ്കിലും ഒരു മാനസികമായ ടെൻഷൻ ഉണ്ടാകുന്ന വിഷയം വന്നാൽ, സുബ്ഹാനല്ലാഹ്, എനിക്കറിയാം, വളരെയേറെ അധ്വാനിച്ച് ബിസിനസ് ഉണ്ടാക്കി വളർത്തിയെടുത്ത ആ ബിസിനസ് പെട്ടെന്നൊരാൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള പ്രവാസികളുണ്ടാകും. വരിസ്ഖുക ലൈസ യുൻഖിസുഹു തഅന്നി വലൈസ യസീദു ഫി റിസ്ഖിൽ അനാഉ വലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറു വലാ ബുസുൻ അലൈക വലാ റഖാഉ. ദുഃഖങ്ങൾ എപ്പോഴും ദുഃഖമുണ്ടാവില്ല, ദുഃഖം നീങ്ങിപ്പോവും. സന്തോഷം അങ്ങനെ തന്നെയാണ്, എപ്പോഴും ഉണ്ടാവില്ല, അത് നീങ്ങിപ്പോവും. സന്തോഷം വരുമ്പോൾ ആഹ്ലാദിച്ച് അഹങ്കരിക്കരുത്. ദുഃഖം വരുമ്പോൾ അതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾക്കോ ഇറങ്ങുകയും ചെയ്യരുത്. നമുക്ക് അള്ളാഹുവിലുള്ള തവക്കുൽ വളരെ നന്നായി ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ ഖദറനുസരിച്ച് നടക്കേണ്ടതെല്ലാം നടക്കും. വഅർളുല്ലാഹി വാസിഅത്തുൻ വലാകിൻ ഇദാ നസലൽ ഖളാ ലാഖൽ ഫളാഉ. തീരുമാനം വന്നാൽ എത്ര വിശാലമായ ഭൂമിയും ഇടുങ്ങിപ്പോവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട്
അള്ളാഹു തരുന്നത് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും എല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ അള്ളാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാവരുടെയും ദുആ അതാണ് ഉസ്താദ് അവരുടെ വരവിൻ്റെ രഹസ്യം. അർഹമുർ റഹീമീനായ റബ്ബ് ഇനിയും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.